തള്ളലിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാം. 2013-14 കേരളത്തിന്റെ അതിദാരിദ്ര്യം എത്രയായിരുന്നുവെന്നറിയാമോ? വെറും 1.2%. പക്ഷേ ഈ ചെറിയ ശതമാനം ഇല്ലാതാക്കാൻ എടുത്തതോ 10 വർഷത്തിലധികം. കേരളം അതിദാരിദ്ര്യമുക്തമാകുമ്പോൾ അതിന് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കേരളത്തിൽ 22 ലക്ഷം വീടുകളിൽ കുടിവെള്ളം എത്തിച്ച ജൽജീവൻ മിഷൻ, 6 ലക്ഷം കുടുംബങ്ങളിൽ പ്രതിമാസം 35 കിലോ ഭക്ഷ്യധാന്യം നൽകിയ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, 1.74 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയ ആവാസ് യോജന, 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകിയ ആയുഷ്മാൻ ഭാരത്, ഇത്തരം കേന്ദ്ര പദ്ധതികളാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കിയത്. ശരിയാണ്, കേരള ഗവൺമെന്റ് 10 വർഷത്തോളം എടുത്തു 1.24% അതിദാരിദ്ര്യം മാറ്റിയെടുക്കാൻ. പക്ഷെ ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവന്മാരെ തന്തമാരാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന തന്നെ നോക്കാം. അതായത് ആവാസ് യോജന 60:40 അനുപാതത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് എന്നാന്ന് വെച്ചാൽ ഈ 60:40 അനുപാതത്തിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് 75,000 രൂപ മാത്രമാണ്. അതുകൊണ്ട് ഇതിന്റെ 40:40 അനുപാതം കൊടുക്കാൻ 48,000 രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ വെറും 1,23,000 രൂപ മതിയോ കേരളത്തിൽ ഒരു വീട് പണിയാൻ? പക്ഷെ ഇതും കൊണ്ടൊന്നും കേന്ദ്ര സർക്കാർ അടങ്ങുന്നില്ല. ഇവർ 75,000 രൂപ കൊടുക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ മോദിയുടെ ഫോട്ടോ വെക്കണമെന്ന്. ഈ 75,000 രൂപ ഓരോ വീടിന് ഇവന്മാര് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ 4 ലക്ഷം രൂപയുടെ വീടാണ് പണിതു കൊടുക്കുന്നത്. ഇവന്മാർ 1.74 ലക്ഷം വീടുകൾ പണിതു കൊടുത്തപ്പോ കേരള ഗവൺമെന്റ് ഇവിടെ 4,24,800 വീടുകൾ പണിതു കൊടുത്തു. പിന്നെ 2,20,000 വീടുകളിൽ ജൽജീവൻ പദ്ധതി. ഇതും 50:50 അനുപാതത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് 60:40 അനുപാതത്തിൽ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇതിന്റെ ചെലവിൽ ഗണ്യമായ ഉയർന്ന അനുപാതനം കേരള ഗവൺമെന്റ് വഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ കള്ളം പറയാനും വർഗീയത പറയാനും മാത്രം വാപൊളിക്കുന്ന BJP ഗവൺമെന്റിനെ കുറിച്ച് ഇവിടെയുള്ള ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിനകം അനേകം പദ്ധതികൾ കേരള ഗവൺമെന്റ് ഈ 10 വർഷത്തിനുള്ളിൽ നടപ്പാക്കി കഴിഞ്ഞു. കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം നാഷണൽ ഹൈവേ, മലയോര ഹൈവേ, കൊച്ചി മെട്രോ, IT പാർക്കുകൾ, കേന്ദ്ര സർക്കാരിന്റെ യാതൊരു സ്റ്റൈഫൻഡും ഇല്ലാതെ ഇവിടെ പദ്ധതികൾ നടന്നു. എന്നിട്ട് അവസാനം പറയാണ് ഞങ്ങൾ കേരളത്തിന്റെ പട്ടിണി മാറ്റിയെന്ന്. എടാ, ഒരു ലേശം ഉളുപ്പുണ്ടെങ്കിൽ പോയി കെട്ടി തൂങ്ങി ചാവ്. ഇതുപോലെ ക്രെഡിറ്റ് അടിക്കാൻ നാണം കെട്ട് കിടന്ന് കരയേണ്ട അവസ്ഥയുള്ളൂ നിനക്കൊക്കെ. നമുക്ക് കിട്ടുന്ന റിട്ടേൺ നികുതി എത്രയാണ്? 1.5%.